കൊട്ടാരക്കരയ്ക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകുകയാണ് CPKP വായനശാല. ഗണപതി ക്ഷേത്രത്തിനടുത്ത് 1944 വായനശാലയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സർക്കാരിൽ നിന്നും പാട്ടത്തിന് ലഭിച്ച സ്ഥലത്താണ് വായനശാല കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിയമസഭാ അംഗമായിരുന്ന CP കുഞ്ഞികൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥമാണ് CPKP വായനശാല എന്ന് നാമകരണം ചെയ്തത്. 67 വർഷത്തിലധികം പഴക്കമുള്ള ഈ വായനശാല 2 നിലകളിലായാണ് പ്രവർത്തിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനും സ്വാതന്ത്ര്യബോധം ഉണർത്തിയെടുക്കുന്നതിനും വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് വായനശാലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഗാന്ധിയൻ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര രാജേന്ദ്ര ഭവനിൽ KG ചെല്ലപ്പൻ പിള്ളയാണ് വായനശാലയുടെ നേതൃസ്ഥാനത്ത് വന്നിരുന്നത്. 20,000-ലധികം പുസ്തകങ്ങളുടെ അപൂർവ ശേഖരവും ഇവിടെയുണ്ട്. ആദ്യകാല പുസ്തകങ്ങളിൽ പലതും നിധി പോലെ സൂക്ഷിക്കുകയാണ് ഈ വായനശാലയിൽ. പത്രങ്ങൾ വായിക്കാനുള്ള സ്ഥലവും സജ്ജീകരിച്ചിട്ടുണ്ട്. KGയുടെ കാലശേഷം മകൾ രശ്മിയാണ് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരുപാട് അംഗങ്ങളുണ്ട്. ഏതാണ്ട് 2500-ൽ പരം അംഗങ്ങൾ ഈ ലൈബ്രറിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. 25,000-ലധികം പുസ്തകം ഈ ലൈബ്രറിയിലുണ്ട്. ഒരു ദിവസമൊക്കെ ഇടവിട്ട് നോവൽ എടുക്കാൻ വരുന്നവരുണ്ട്. അവർ കൂടുതലായിട്ട് അത് വായിച്ചതിന് ശേഷം അത് റിട്ടേൺ ചെയ്യുകയും വീണ്ടും പുതിയ നോവലുകൾ ആവശ്യപ്പെടുകയും ചെയ്യും. കുട്ടികൾ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്ന പ്രോജക്റ്റിനനുസരിച്ചാണ് അവർ കൂടുതലായിട്ട് വരുന്നത്. കഥകൾ വായിക്കുകയും അങ്ങനെയുള്ള കുട്ടികളൊക്കെ പുറകോട്ടാണ്. ഏറ്റവും പഴയ പുസ്തകം എന്ന് പറയുമ്പോൾ ഇന്ദുലേഖയുണ്ട്, പിന്നെ വിഗതകുമാരൻ, പിന്നെ ആയുർവേദ ബുക്സിൻ്റെ കുറച്ച് ശേഖരങ്ങളുണ്ട്. വായനശാല ഇപ്പോൾ 11-അംഗ ഭരണസമിതിയുടെ ഭരണരഥത്തിലാണ്. കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഈ വായനശാല ഇന്നും പഴമയുടെ ആ പുതുമ കാത്തുസൂക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.